കുടിൽ വ്യവസായം പോലെ കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ CPIM ബോംബ് നിർമ്മിക്കുന്നുവെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ. കുറ്റവാളികളെ രക്തസാക്ഷികളാക്കി ചിത്രീകരിച്ച് സ്മാരകങ്ങൾ പണിയുകയാണ് CPIM എന്നും പ്രതിപക്ഷം ആരോപിച്ചു. കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും DCC ഓഫീസിൽ വിവിധതരം ബോംബുകൾ പ്രദർശിപ്പിച്ച ചരിത്രമുണ്ടെന്നും മുഖ്യമന്ത്രി തിരിച്ചടിച്ചു. തലശ്ശേരി എരഞ്ഞോളിയിൽ സ്റ്റീൽ ബോംബ് പൊട്ടി വേലായുധൻ എന്നയാൾ മരിച്ച സംഭവം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ ആവശ്യപ്പെട്ടത്. തലശ്ശേരിയിലേത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും തെളിവുകൾ നശിപ്പിച്ച ശേഷമാണ് പോലീസ് സ്ഥലത്തെത്തിയതെന്നും അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയ സണ്ണി ജോസഫ് MLA ആരോപിച്ചു. വിഷയം CPIM സംസ്ഥാന കമ്മിറ്റി ഗൗരവമായി ചർച്ച ചെയ്യുമോ എന്നായിരുന്നു സണ്ണി ജോസഫിന്റെ ചോദ്യം. തലശ്ശേരിയിലെ കതിരൂരിൽ വന്ന് ഈ ബോംബ് മാഹിക്കാരൻ വന്ന് കെട്ടണമെങ്കിൽ അതിന് നേതൃത്വത്തിന്റെ ഒത്താശയുണ്ട്, പണമുണ്ട്, സാധന സാമഗ്രികൾ നൽകുന്നുണ്ട്, പ്രോത്സാഹനം നൽകുന്നുണ്ട്, ഗൂഢാലോചന നൽകുന്നുണ്ട്. അതുകൊണ്ട് ഈ സംഭവങ്ങളിൽ യഥാർത്ഥ പ്രതികളെ പിടിക്കാൻ ഇതാരെ ലക്ഷ്യം വെച്ചാണ് ഈ ബോംബുകൾ നിർമ്മിക്കുന്നത്? ആർക്ക് നേരെ എറിയാനാണ്? തലശ്ശേരിയിലെ സംഭവത്തിൽ മുഖം നോക്കാതെ നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി. കണ്ണൂരിൽ പോലീസ് പരിശോധന ഊർജിതമാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി DCC ഓഫീസിൽ വിവിധതരം ബോംബുകൾ പ്രദർശിപ്പിച്ച ചരിത്രമുണ്ടെന്നും തിരിച്ചടിച്ചു. പഴയ ചരിത്രം പരിശോധിച്ചാൽ എവിടുന്നാണ് ബോംബിൻ്റെ തുടക്കം എന്നത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അവസാനം DCC ഓഫീസിൽ പലതരം ബോംബുകൾ പ്രദർശിപ്പിക്കുന്ന നിലയുണ്ടായല്ലോ. ഈ സംഭവം അതീവ ഗൗരവമായാണ് സർക്കാർ കാണുന്നത്. ഇതിനെക്കുറിച്ച് മാത്രമല്ല, എവിടെയെങ്കിലും ബോംബുണ്ടോ, ഇത്തരം ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ, അത് ഗൗരവമായി അന്വേഷിച്ച് നടപടികൾ എടുക്കുന്നതാണ്. പോലീസിന് ആവശ്യമായ നിർദ്ദേശം അക്കാര്യത്തിൽ നൽകിയിട്ടുണ്ട്. അതിൽ മുഖം നോക്കാതെയുള്ള നടപടി ഉണ്ടാവും, ഗൗരവമായ ഇടപെടൽ പോലീസിന്റെ ഭാഗത്തുണ്ടാവും. ശക്തമായ റെയ്ഡ് വേണമെങ്കിൽ റെയ്ഡ് അടക്കം നടത്തിക്കൊണ്ടുള്ള നടപടികൾ ഇവിടെ സ്വീകരിക്കും. സ്വന്തം പാർട്ടിക്കാർക്ക് നേരെ എറിയാനുണ്ടാക്കി വെച്ച ബോംബാണ് പൊട്ടിയതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിഷയത്തിൽ പ്രതികരിച്ചു. എല്ലായിടത്തും ഈ സ്റ്റീൽ ബോംബ് ഉണ്ടാക്കി വെക്കുകയാണോ? സർക്കാർ ഇപ്പോൾ ഒരു കാര്യം ചെയ്യണം. സ്റ്റീൽ പാത്രങ്ങൾ കണ്ടാൽ അത് പ്രത്യേക സാഹചര്യത്തിൽ തുറന്നു നോക്കരുത് എന്നൊരു നിർദ്ദേശം കൂടി കേരളത്തിലെ കണ്ണൂരിലെ ജനങ്ങൾക്ക് കൊടുക്കണം. എന്ന് മുതലാണ് സാർ ബോംബ് നിർമ്മാണത്തിന് സന്നദ്ധ പ്രവർത്തനം എന്ന് ഓമന പേരിട്ട് നിങ്ങളുടെ പാർട്ടി വിളിക്കാൻ തുടങ്ങിയിരിക്കുന്നത്? എന്നിട്ട് 2-3 കൊല്ലം കഴിയുമ്പോൾ അവർക്ക് രക്തസാക്ഷി മണ്ഡപം ഉണ്ടാക്കി അവരുടെ കുടുംബത്തെ സഹായിക്കും. അപ്പം നിങ്ങൾ സ്പോൺസർ ചെയ്യുന്ന ഏർപ്പാടല്ലേ ഇത്? പറമ്പിൽ ഈ സാധനം ഉണ്ടായി ഇല്ലെന്ന് ആരറിയാം? സാറേ, എഴുതി വെക്കാൻ പറഞ്ഞൊരു ബോർഡ്, ചില വീടിന്റെ മുമ്പിൽ പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന് എഴുതി വെച്ചേക്കുന്നത് പോലെ ഈ പറമ്പിൽ സ്റ്റീൽ ബോംബുണ്ട് സൂക്ഷിക്കുക എന്ന് എഴുതി വെക്കി. നിങ്ങൾ കൊണ്ടുപോയി വയ്ക്കുന്നവരെ എഴുതി വെക്കാൻ പറ, ഇല്ലെങ്കിൽ പാവങ്ങൾ മരിക്കും. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.